മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നർത്തകിയും അഭിനേത്രിയും ഒക്കെയാണ് നടി നവ്യ നായർ. അഭിനേത്രി എന്നതിലുപരി ഒരു നൃത്ത അധ്യാപക കൂടിയാണ് ഇപ്പോൾ നവ്യ നായർ. അതിലുപരി ഇപ്പോൾ ബിസിനസ്സിലേക്കും കൂടി ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് നവ്യ. അതെ, നവ്യയുടെ പുതിയ സന്തോഷം അതാണ്. എർത്ത് എന്ന് പേരിട്ടിരിക്കുന്ന നവ്യയുടെ തന്നെ സ്വന്തം ഡിസൈനിങ് ആയ വസ്ത്രാലങ്കാര രീതിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്റെ സ്വപ്നമാണ് ഇതെന്നും തന്റെ കുഞ്ഞിനെ പോലെ താൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതാണ് എർത്ത് ബൈ നവ്യ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നവ്യ എത്തിയിരിക്കുന്നത്. നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഇപ്പോൾ ഇത് വൈറലായിരിക്കുന്നത്. സ്വന്തമായി ഡാൻസ് സ്കൂളും ഫാഷൻ ബ്രാൻഡും തുടങ്ങിയ സ്വപ്നങ്ങൾ അടുത്തിടെ സാക്ഷാത്കരിച്ച നവ്യ ഇപ്പോൾ തന്റെ ഡാൻസ് സ്കൂളുമായി തിരക്കുകളിലാണ് എന്ന് തന്നെ പറയാം. വീടിനോട് ചേർന്ന് തന്നെയാണ് മാതങ്കിയും. ഇവിടെ ഡാൻസ് സ്കൂൾ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് പല എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഇത് നവ്യ ആദ്യമേ പറയുന്നുണ്ട്. അതൊക്കെ മറികടന്നാണ് മാതങ്കി എന്ന സ്വപ്നം താൻ തയ്യാറാക്കിയതും യാഥാർത്ഥ്യമാക്കിയതുമെന്നും താരം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. മാനസികമായി ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയില്ലായിരുന്നു. എങ്കിലും തീരുമാനത്തിൽ നിന്നും മുന്നോട്ട് പോവില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. എതിർപ്പുകളെല്ലാം മറികടന്നാണ് ഡാൻസ് സ്കൂൾ തുടങ്ങിയത്. അതിനുശേഷമായിരുന്നു എർത്ത് ബൈ നവ്യയുടെ പിറവി. കാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു ഇത്. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എർത്ത് ബൈ നവ്യ. ഒരു ബിസിനസ് എന്ന നിലയിലല്ല ഞാനിത് തുടങ്ങുന്നത്, മറിച്ച് എൻ്റെ യാത്രയുടെ പ്രതിഫലനമാണ് ഇതിലൂടെ കാണുക. ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ടൈപ്പ് വസ്ത്രങ്ങളാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ഡിസൈനിങ്ങിൽ അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നുമില്ല, എന്നാൽ കംഫർട്ട് പറഞ്ഞറിയിക്കാനാകില്ല എന്ന് നവ്യ കൂട്ടിച്ചേർക്കുന്നു. എർത്ത് ബൈ നവ്യയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് നവ്യ എത്തിയത്. ഇതോടെ പ്രേക്ഷകർക്കും ആ ബ്രാൻഡിനെ കുറിച്ച് വലുതായി പറയാൻ തുടങ്ങി. നവ്യയുടെ സ്വന്തം അധ്വാനമാണ്. നവ്യ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സിംഗിൾ മദറാണ്. ഇതൊരു വാർത്തയായി തന്നെ താരം പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഇതറിയാം. ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി മലയാളികളുടെ ഇഷ്ടനായികയായി മാറിയ താരമാണ് നവ്യ. സിനിമകളുമായി മുന്നേറുന്നതിനിടയിൽ വിവാഹം കഴിയുകയും പിന്നീട് അഭിനയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് VK പ്രകാശ് ചിത്രമായ ഒരുത്തിയിലൂടെയായിരുന്നു നവ്യയുടെ തിരിച്ചുവരവ് നടന്നത്. സ്വന്തമായി ഡാൻസ് സ്കൂൾ എന്നത് വലിയൊരു സ്വപ്നമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവ്യയ്ക്ക്. അത് സാധിച്ചെടുത്തു. അതിന് പിന്നാലെ തന്നെയാണ് ഈ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയത്. അതോടെ ആരാധകരെല്ലാവരും കൈയടിച്ച് കൂടെ കൂടി. നവ്യ എന്ത് ചെയ്താലും അത് ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ പങ്കുവെക്കുന്ന പോലെയാണ് പ്രേക്ഷകർ ഇതും ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം സുപരിചിതമായി തുടങ്ങി. ഇപ്പോൾ എർത്ത് ബൈ നവ്യയിൽ തന്നെ നിരവധി പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞു. അതിനൊക്കെ തന്നെയും കസ്റ്റമേഴ്സും എത്തിക്കഴിഞ്ഞു. മനോഹരമായ സ്റ്റിച്ചിങ് പാറ്റേൺ തന്നെയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതൊരുപാട് കാലങ്ങൾ പഴകിയുള്ളതാണ്. ഇവരെല്ലാവരും തന്നെ പഴയ ഫാഷൻ ഡിസൈനേഴ്സാണ്. അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇതെല്ലാം എന്നാണ് ഇപ്പോൾ ഇവർ തന്നെ പറയുന്നത്. നവ്യയുടെ എർത്ത് ബൈ നവ്യ എന്ന പ്ലാറ്റ്ഫോം വളരെയധികം ബിസിനസ്സിൽ മുന്നേറട്ടെ എന്ന് ആശംസകൾ അറിയിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു. ആരും അറിയാതെയാണ് തുടങ്ങിയത്. ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരെയും ഒന്ന് അറിയിക്കാമായിരുന്നു. ഷോപ്പായി തുടങ്ങുമ്പോൾ എല്ലാവരെയും ഒന്ന് അറിയിക്കണേ. കാണാൻ കൂടി പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരെത്തുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.